റിയുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. ഇതൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാട്ടോ. പുലർച്ചെ തന്നെ റിയുവിനെ എണീപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കി അമ്പലത്തിലൊക്കെ പോയി. ഞാനും അമ്മയും റിയുവും കൂടി ആട്ടോ പോയത്. തിരിച്ചു വന്ന ഉടനെ ഞാൻ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങി. കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു സംഭവവും പിന്നെ കുറച്ച് ബലൂൺസും ഉള്ളൂ. ഒരു കുഞ്ഞ് സങ്കടം എന്താ വെച്ചാൽ രാവിലേട്ടന് വരാൻ പറ്റിയില്ല കേട്ടോ. വരാൻ പറ്റുന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സ് അതിനെക്കൊണ്ട് അവർ ലീവൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പാർട്ടി ചുരുക്കി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും ഞാനും ഏട്ടനും. ദൃശ്യേച്ചിക്കും അവിടെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഏച്ചിക്കും വരാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ അമ്മയും വന്ന് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചു തന്നു. ബലൂൺ ഞാൻ സെറ്റാക്കാൻ വിചാരിച്ചത് ആർച്ച് പോലെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതായിരുന്നു. ഒരു റോളില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൻ്റെ ഉള്ളിൽ ബലൂൺ ഇട്ടിട്ട് നമുക്കിങ്ങനെ ആർച്ചാക്കാൻ പറ്റും. അത് ഞാൻ ഭദ്രമായിട്ട് എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം ഓർമ്മയില്ല. അതുകൊണ്ട് ആർച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ല. പകരം ഞാൻ നൂലുകൊണ്ട് കെട്ടി വെച്ചതാട്ടോ ബലൂണൊക്കെ. ബാക്കി കുറച്ചൊക്കെ സൈഡിൽ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചെടുത്തു. റിയുവിന് പിന്നെ ബലൂൺ കണ്ടാൽ തന്നെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും നോക്കാൻ പോകുന്നില്ല. അമ്പലത്തിൽ പോയതിന് ശേഷം വാവ ഉറങ്ങിയിട്ടോ. നേരത്തെ എണീറ്റല്ലേ, അതുകൊണ്ടപ്പോൾ വാവനതിൽ കാണാത്തെ. അങ്ങനെ 10 മണിക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ച കേക്ക് ഞങ്ങൾ 12 മണിക്കാട്ടോ കട്ട് ചെയ്തത്. വാവൻ്റെ ഉറക്കക്ഷീണമൊക്കെ മാറി എണീറ്റോട്ട് വിചാരിച്ചു. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് റിയുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആട്ടോ ഓർമ്മ വന്നത്. അന്ന് കസിൻസ് എല്ലാവരും ഉണ്ടേനും. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. ബലൂണൊക്കെ ഞാൻ അതാ ഇതേപോലെ കെട്ടി വെച്ചതാട്ടോ. പിന്നെ സൈഡിലൊക്കെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റിയു എണീറ്റു കേട്ടോ. ഞാൻ അവളെ പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുത്തു. ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ ഒരു ഡ്രസ്സാട്ടോ അവൾക്ക് കിട്ടിയത്. ഇതേപോലെ അവൾക്ക് കംഫർട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങണമെന്നതിന് ഞാൻ വിചാരിച്ചത്. സൺഡേ ആയതുകൊണ്ട് രാവിലേട്ടൻ അവിടെ ലീവ് ചെയ്യും. അതുകൊണ്ട് വീഡിയോ കോളിലൂടെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെ കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്ക് കേക്ക് കൊടുത്തപ്പോൾ വാവ കഴിച്ചില്ല കേട്ടോ. സ്വതവേ അവൾ ഫുഡിനോടൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ കേക്ക് കൊടുത്ത സമയത്ത് എന്തോ ഫുഡാണ് കൊടുക്കുന്നതെന്നാണ് വിചാരിച്ചത് തോന്നുന്നു. ഇപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് കേക്ക് റിയുവിൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കേക്ക് കഴിച്ചിട്ടുണ്ട്. ഇത് മോളൂസാണേ, വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. മോളൂസിന് ഭയങ്കര കാര്യം റിയുവിനെ, അവൾക്ക് തിരിച്ചും. അപ്പോൾ പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവളെ വിളിച്ചു. മോളൂസ് ഇതേപോലെ കുഞ്ഞു കുട്ടിയായ സമയത്ത് ഇങ്ങോട്ടൊക്കെ വരികയും കേട്ടോ. ഞാനൊക്കെ എടുത്തുകൊണ്ട് നടക്കേനും. അങ്ങനെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് റിയു ഹാപ്പിയായി. കുറേ കേക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഏട്ടൻ എല്ലാവരും നിൽക്ക്, ഞാൻ ഒരു ഫോട്ടോ എടുത്തരാൻ പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ഏട്ടനെടുത്ത് കയ്യിൽ വെച്ചതാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പാവം വരാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. അങ്ങനെ റിയുവിൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പോലെ ഒക്കെ എനിക്ക് സെറ്റാക്കാൻ പറ്റി. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അന്നെടുത്ത കുറച്ച് പിക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണണേ. ഉച്ചയ്ക്ക് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അമ്മേൻ്റെ വക സ്പെഷ്യൽ പാലട പായസം ഉണ്ടേനും. പക്ഷേ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.